വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഹരി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അർഡീനോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കയറി വന്ന് അർഡീനോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്കൊരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അർഡീനോ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ബ്രെയിനാണ്, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെയിൻ. ആ ഒരു ബ്രെയിനെ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഒരുപാട് ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അർഡീനോ കോഡിങ് ഒരു ബിഗിനർ ലെവലിൽ നിന്നും പഠിച്ചു പോയ ഒരാൾക്ക് വളരെ വെറൈറ്റീസ് ഓഫ് റോബോട്ട്സ്, പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ മേക്കർ ക്യൂ എന്ന് പറയുന്നത്. പുള്ളി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റോബോട്ട്സ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും പുള്ളിക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടിനെ, ഒരു മെഷീനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു ബ്രെയിനിൻ്റെ ആവശ്യമുണ്ട്, അതായത് ഒരു അർഡീനോ അല്ലെങ്കിൽ ഒരു റാസ്ബെറി പൈ. അപ്പോൾ ഈ ബ്രെയിനുകളെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അർഡീനോ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിക് കാർ നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റോബോട്ടിക് കാറിനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഇഷ്ടത്തിന് പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാമിംഗ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് പ്രോജക്റ്റ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു റോബോട്ടിക് കാറിനെ നമ്മുടെ ചാനലിലെ ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ നമ്മൾ പല പ്രോജക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. സിമ്പിളായ ഈ ഒരു റോബോട്ടിക് കാറിനെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള പല പ്രോജക്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു അർഡീനോ റോബോട്ടിക് കാറിനെ ഒരു ബിഗിനർ ലെവലിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു റോബോട്ടിക് കാറിനെ ഒരു ലൊക്കേഷനിൽ നിന്നും അടുത്തൊരു പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ഇനി ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് പോയ ശേഷം തിരിച്ച് അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തുക. അതുപോലെ തന്നെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ ഫോർവേഡ് കുറച്ച് ഡിസ്റ്റൻസ് പോയ ശേഷം അവിടെ ചെന്നിട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇങ്ങനെ നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് നമുക്ക് ഈ ഒരു റോബോട്ടിക് കാറിനെ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു ബിഗിനർ ലെവലിലെ കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ ചാനലിൽ എന്തൊക്കെ വീഡിയോസാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നിങ്ങൾ വൈകാതെ തന്നെ അറിയും. അപ്പോൾ ഇനി സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് ഈ ഒരു റോബോട്ടിക് കാറിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ റോബോട്ടിക് കാറിൻ്റെ മോട്ടർ ഡ്രൈവർ ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ബാക്കിലായിട്ട് ഒരു 4 ഇഞ്ചിൻ്റെ അലൂമിനിയം പൈപ്പ് കൂടി ഗ്ലൂ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിക്ക് കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. നമ്മുടെ റോബോട്ടിക് കാറിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയ രീതിയിലാണ് നമ്മൾ മോട്ടറിൻ്റെ വയേഴ്സ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ റോബോട്ടിക് കാറിൻ്റെ ഒരു സൈഡിലായിട്ട് വരുന്ന 2 മോട്ടറുകളുടെ താഴത്തെ വയറുകൾ രണ്ടും ജോയിൻ ചെയ്ത് ഒറ്റ വയറാക്കി നമ്മൾ മാറ്റണം. അതുപോലെ തന്നെ സെയിം സൈഡിലെ മോട്ടറിൻ്റെ മുകളിലത്തെ 2 വയറും ജോയിൻ ചെയ്ത് നമ്മൾ ഒറ്റ വയറാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ജോയിൻ ചെയ്ത വയറുകളാണ് നമ്മൾ ഇനി മോട്ടർ ഡ്രൈവറിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഒരു മോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അതേ സൈഡിലുള്ള അടുത്ത മോട്ടറും സെയിം ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ വയേഴ്സ് നമ്മുടെ മോട്ടർ ഡ്രൈവറിൻ്റെ ഔട്ട്പുട്ട് 1, ഔട്ട്പുട്ട് 2 പിന്നുകളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യും. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഇതേപോലെ ചെയ്യണം. അതായത് നമ്മുടെ റോബോട്ടിക് കാറിൻ്റെ ഒരു സൈഡിലെ ടയേഴ്സിൻ്റെയും അതുപോലെ തന്നെ അടുത്ത സൈഡിലെ ടയേഴ്സിന് നമുക്ക് സെയിം പ്രൊസീജിയർ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മോട്ടർ ഡ്രൈവറിലേക്ക് നമുക്ക് സപ്ലൈ കൊടുക്കണം. അപ്പോൾ സപ്ലൈ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മോട്ടർ ഡ്രൈവറിൻ്റെ ഈ ഒരു ഫസ്റ്റ് പിന്നാണ്. 12 വോൾട്ട് കണക്ട് ചെയ്യുന്ന പിന്ന്. നടുക്കത്തെ പിന്ന് എന്ന് പറയുന്ന ഗ്രൗണ്ട് പിന്നാണ്. അങ്ങേയറ്റം വരുന്നത് 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് പിന്നാണ്. അപ്പോൾ ആദ്യത്തെ 2 പിന്നുകളിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ സപ്ലൈ കൊടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 12 വോൾട്ടിൻ്റെ ലിപ്പോ ബാറ്ററിയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് XT60യുടെ ഒരു ഫീമെയിൽ കണക്ടറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മോട്ടർ ഡ്രൈവറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു മെയിൽ കണക്ടർ കൂടി വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മെയിൽ കണക്ടർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ ബാറ്ററി ഇതേ രീതിയിൽ കണക്ട് ചെയ്ത ശേഷം നമ്മുടെ മോട്ടർ ഡ്രൈവറിൻ്റെ ഫസ്റ്റും സെക്കൻഡ് പിന്നെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ ഡ്രൈവർ ഓൺ ആവും. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മോട്ടർ ഡ്രൈവർ ഓൺ ആയിട്ടിരിക്കും.
അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്വിച്ച് ആഡ് ചെയ്താൽ മതി. അതായത് നമ്മുടെ പോസിറ്റീവ് വയറിലേക്ക്, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ ഡയറക്റ്റ് ആയിട്ട് മോട്ടോർ ഡ്രൈവറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതൊരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് സ്വിച്ചിൻ്റെ വയർ നമുക്ക് മോട്ടോർ ഡ്രൈവറിലേക്ക് കൊടുക്കാം. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ നമ്മുടെ മോട്ടോർ ഡ്രൈവർ ഓൺ ആവത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം സ്വിച്ചിൻ്റെ വയറാണ് നമ്മളിനി നമ്മുടെ മോട്ടോർ ഡ്രൈവറിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. പോസിറ്റീവ് വയറായിട്ട് 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് വയറായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതേപ്പോൾ സ്വിച്ച് ഓൺ ആക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോർ ഡ്രൈവറിലേക്ക് സപ്ലൈ ചെല്ലും, മോട്ടോർ ഡ്രൈവർ ഓൺ ആവും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ Arduino കൂടി നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള Arduino എന്ന് പറയുന്നത് Arduino Nano ആണ്. അപ്പോൾ ഒരു ഡബിൾ സ്റ്റിക്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് നമുക്ക് Arduino നമ്മുടെ റോബോട്ടിക് കാറിലേക്ക് തൽക്കാലത്തേക്ക് ഫിക്സ് ചെയ്യാം. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ റോബോട്ടിക് കാറിൻ്റെ മേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മേക്കിംഗ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ റോബോട്ടിക് കാറിനെ തന്നെ നമുക്ക് പല Arduino പ്രോജക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിൽ നമ്മൾ കാണിച്ചു തരും. ഇനി ബാക്കിയുള്ളത് ഈ റോബോട്ടിക് കാറിൻ്റെ കോഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു റോബോട്ടിക് കാറിനെ നമുക്കൊരു ബിഗിനർ ലെവലിൽ നിന്ന് എങ്ങനെ കോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്യൂച്ചർ വീഡിയോസിൽ കുറച്ചുകൂടി ഹയർ ലെവലായിട്ടുള്ള കോഡിങ്ങും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഒരു ബിഗിനർ ലെവൽ കോഡിങ് പറഞ്ഞു തരുന്ന വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിലല്ല, അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും എളുപ്പമായിരിക്കും. ഈ ഒരു വീഡിയോ മേക്കിംഗ് വീഡിയോയും നെക്സ്റ്റ് കോഡിങ്ങിന് മാത്രമായിട്ടൊരു വീഡിയോ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടവർക്കായിട്ട് ഒരുപാട് നന്ദി. ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ഒരുപാട് നന്ദി. കീപ് സപ്പോർട്ടിങ് ഗൈസ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.